ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നിർണായക അറസ്റ്റുമായി SIT. 2019 ദേവസ്വം ബോർഡ് അംഗം N. വിജയകുമാറിനെയാണ് അറസ്റ്റ് ചെയ്തത്. വിജയകുമാറിന് ഗൂഢാലോചനയിൽ പങ്കെന്ന റിമാൻഡ് റിപ്പോർട്ട്. അതേസമയം ഡി മണിയെപ്പറ്റി വിവരം നൽകിയ പ്രവാസിയുടെ മൊഴിയിലെ വിവരങ്ങൾ മാതൃഭൂമി ന്യൂസ് ഇന്ന് പുറത്തുവിട്ടു. ഡി മണി പഞ്ചലോഹ വിഗ്രഹങ്ങളല്ല, ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പടികൾ കടത്തിയെന്നാണ് മൊഴി. പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും കസ്റ്റഡിയിൽ വാങ്ങാൻ SIT അപേക്ഷയും നൽകി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് 2019 ദേവസ്വം ബോർഡ് അംഗം N. വിജയകുമാറിനെയാണ് SIT അറസ്റ്റ് ചെയ്തത്. ഈഞ്ചക്കലിലെ SIT ഓഫീസിലേക്ക് N. വിജയകുമാർ ഇന്ന് നേരിട്ടെത്തുകയായിരുന്നു. തുടർന്ന് ഉദ്യോഗസ്ഥർ അറസ്റ്റ് രേഖപ്പെടുത്തി. വിജയകുമാറിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലാണ് N. വിജയകുമാറിനെ ഹാജരാക്കിയത്. ജനുവരി 12 വരെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഈ മാസം 31-ന് വിജയകുമാറിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുമെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട്. N. വിജയകുമാറിന് ഈ സ്വർണ്ണക്കൊള്ള കേസിൽ നേരിട്ട് പങ്കുണ്ടെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല, പത്മകുമാറുമായി ഗൂഢാലോചന നടത്തി രേഖകളിൽ കൃത്രിമം നടത്തി എന്നും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വിജയകുമാറിനെതിരായ കുറ്റാരോപണമായി SIT ഉന്നയിച്ചിട്ടുണ്ട്. N. വിജയകുമാറും ഒപ്പം തന്നെ മറ്റൊരു ദേവസ്വം ബോർഡ് അംഗമായിരുന്ന ശങ്കരദാസിനെയും അറസ്റ്റ് ചെയ്യാത്തതിൽ ഹൈക്കോടതി രൂക്ഷമായ വിമർശനം SITക്കെതിരെ ഉന്നയിച്ചിരുന്നു. മാത്രമല്ല, ഈ അറസ്റ്റ് വൈകുന്നതിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടെന്ന് പ്രതിപക്ഷവും ആരോപിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് N. വിജയകുമാറിനും ശങ്കരദാസിനെയും ചോദ്യം ചെയ്യാൻ SIT നോട്ടീസ് നൽകിയത്. പക്ഷേ ഇരുവരും ഹാജരായിരുന്നില്ല. ശങ്കരദാസ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി കൊല്ലം കോടതിയെ സമീപിച്ചു. N. വിജയകുമാറും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും താൻ സമ്മർദ്ദം കാരണം അത് പിൻവലിച്ചു എന്നാണ് പറയുന്നത്. വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ താൻ നിരപരാധിയാണെന്ന് മാധ്യമപ്രവർത്തകരോട് N. വിജയകുമാർ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഡിണ്ടിഗൽ കേന്ദ്രീകരിച്ച് നടക്കുകയാണ്. അവിടെ SIT കണ്ടെത്തിയ MS മണി എന്ന സുബ്രഹ്മണ്യനും ഒപ്പം തന്നെ അയാളുടെ കൂട്ടുകാരനായ ബാലമുരുകനും നാളെ SITക്ക് മുൻപാകെ ചോദ്യം ചെയ്യലിനായി ഹാജരാകും. ഡിണ്ടിഗലിലെ MS മണിയിലേക്ക് അന്വേഷണ സംഘത്തെ എത്തിക്കാൻ വിവരം നൽകിയ പ്രവാസി വ്യവസായിയുടെ മൊഴിയിലെ കൂടുതൽ വിവരങ്ങൾ ഇന്ന് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടു. നേരത്തെ ഈ വ്യവസായി ചില വിഗ്രഹ ഇടപാടുകൾ നടന്നു എന്നുള്ള വിവരമാണ് നൽകിയതെന്നായിരുന്നു പുറത്തു വന്നിരുന്ന വാർത്തകൾ. എന്നാൽ അങ്ങനെയല്ല, ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പടികൾ ഡി മണി വഴി കടത്തിക്കൊണ്ടുപോയി എന്നുള്ള വിവരമാണ് വ്യവസായി നൽകിയത് എന്നുള്ള വാർത്തയാണെന്ന് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടത്. ഏതായാലും ഡിണ്ടിഗലിലെ മണിയിലേക്ക് അന്വേഷണ സംഘത്തെ എത്തിച്ചത് ഒരു ഫോൺ നമ്പറാണ്. ആ ഫോൺ നമ്പർ സംബന്ധിച്ചുള്ള വിവരങ്ങളും നൽകിയത് ഈ വ്യവസായിയാണ് എന്നുള്ള കാര്യങ്ങളും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും ഡിണ്ടിഗൽ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഒരു വഴിക്ക് നീങ്ങുന്നു. പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം മറുവഴിക്ക് നീങ്ങുകയാണ്. ഇരുവരെയും ചോദ്യം ചെയ്യാൻ വേണ്ടി കസ്റ്റഡിയിൽ വേണമെന്ന അപേക്ഷ ഇന്ന് SIT കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്.